തലപതിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ആ ഒരു പടത്തിന്റെ അന്ന് റിലീസ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു നമ്മുടെ തെറി എന്ന സിനിമ. എന്തായാലും തെറി സിനിമയ്ക്കും റിലീസ് ചെയ്യാൻ പറ്റിയില്ല, ജനനായകനും റിലീസ് ചെയ്യാൻ പറ്റിയില്ല. രണ്ട് സിനിമകളും പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പൊ ജനനായകൻ നോക്കുകയാണെങ്കിൽ സിനിമ ഈ മാസം ലാസ്റ്റ് വരുമെന്ന് പറയുന്നുണ്ട്, റൂമേഴ്സ് ആണ്. എന്തായാലും സെൻസറിങ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല സിനിമയ്ക്ക്. എന്തായാലും പടത്തിന്റെ റിലീസ് പരിശോധിക്കുകയാണെങ്കിൽ തെറി സിനിമ ഈ വരുന്ന ഫെബ്രുവരി മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ജനനായകന് മുമ്പ് തന്നെ ആയിട്ട് നമ്മുടെ തെറി സിനിമ റിലീസ് ചെയ്യുന്നതാണ് 20-ാം തീയതി. കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. മറ്റൊരു സിനിമയാണ് നമ്മുടെ DC എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ആദ്യ ഗ്ലിംസ് അങ്ങനെ പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് DC എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ലോകേഷ് കനകരാജാണ് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. നായിക നമ്മുടെ വാഗ്മിക് ഗബിയാണ്, നമ്മുടെ ഗോദ സിനിമയിൽ നായികി. എന്തായാലും പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്ന വേറെ ആരുമല്ല, റോക്ക് സ്റ്റാർ ആയ അനിരുദ്ധ് തന്നെയാണ്. പടത്തിന്റെ ആദ്യ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന പോസ്റ്റേഴ്സും അതുപോലെ തന്നെ പടത്തിന്റെ ആദ്യ ഒരു ഗ്ലിംസ് പോലെ. എന്തായാലും രണ്ടാമത്തെ ഗ്ലിംസ് വരാൻ പോവുകയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി. കാത്തിരിക്കാം നമുക്ക്. അരുൺ മത്തേശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ വർഷം സമ്മറിനാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമേന്റെ 3-ാം ഭാഗത്തിന്റെ തന്നെയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ദൃശ്യം സിനിമേന്റെ ആദ്യ ഭാഗത്തിൽ കണ്ട പോലെ തന്നെ ഒരു പച്ചപ്പ് നിറഞ്ഞ പോസ്റ്റർ തന്നെയാണ് 2-ാം ഭാഗത്തിൽ അല്ലെങ്കിൽ 3-ാം ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ വരുണിനെ അന്ന് മഴയത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്യുന്നത്, അനിൽ ജോൺസൺ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഈ വർഷം ഏപ്രിൽ 2-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസ്. ലാലേട്ടൻ, മീന, അതുപോലെ തന്നെ സിദ്ദിഖ്, ആശ ശരത്ത് എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ടും പോസ്റ്റേഴ്സിനായിട്ടും. അടുത്ത അപ്ഡേറ്റ് നാണിയോടെ വരാൻ പോകുന്ന ദ പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമേന്റെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. ഓഗസ്റ്റ് മാസമാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പടത്തിന്റെ ഭാഗത്ത് പുതിയൊരു റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 21-ാം തീയതിയാണ് പടം വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഒരേ സമയത്ത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി മൾട്ടിപ്പിൾ ലാംഗ്വേജസിലായിട്ടായിരിക്കും പടം തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. റോക്ക് സ്റ്റാർ അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ശ്രീകാന്ത് ഒടലെയാണ്. നമ്മുടെ നാനിയായിട്ട് മറ്റൊരു സിനിമയിലും ഇദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്തത്. ദസറ എന്ന് പറഞ്ഞ സിനിമ. നിലവിലെ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കാം നമുക്ക് ദ പാരഡൈസ് സിനിമേന്റെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഹൗ ഓൾഡ് ആർ യു കോംബോ വീണ്ടും വരാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ചാക്ക ബോബൻ, മഞ്ജു വാര്യർ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. എന്തായാലും ഇപ്രാവശ്യം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു കോംബോ സിനിമ രഞ്ജിത്ത് വർമ്മയായിരിക്കും. അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ നിതേഷ് സഹദേവ് തന്നെയാണ്. എന്തായാലും രണ്ട് പോസിറ്റീവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈവൻ കാസ്റ്റ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഒരു കോമഡി എന്റർടൈനർ ആയിട്ടായിരിക്കും ഈ ഒരു പടം വരാൻ പോകുന്നത്. നമ്മുടെ അൻകിത് മേനോൻ ആയിരിക്കും സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമേന്റെ മ്യൂസിക് കമ്പോസർ. എന്തായാലും പടത്തിന് ടൈറ്റിൽ ലോഞ്ച് നാളെ നടക്കാൻ പോവുകയാണ്, ഫെബ്രുവരി മാസം 14-ാം തീയതി. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന് ടൈറ്റിൽ റിവീലിനായിട്ട് നാളെ. മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ ഹൗസും അതുപോലെ തന്നെ അനന്ത് റെഡിമെന്റ്സ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് അതിരടി. പടം മെയ് മാസം 14-ാം തീയതിയാണ് റിലീസ്. വിനീത് ശ്രീനിവാസൻ, ടൊവിനോ തോമസ്, ബേസില്, റിയാ ഷിബു എന്നിവരൊക്കെയാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. എന്തായാലും പടത്തിന് ഡബ്ബിംഗ് വർക്ക് ടൊവിനോ തോമസിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഭാഗമായിട്ടൊരു അടിപൊളി ടീമിന്റെ ഒരു ഗ്ലിംസ് സെൽഫി കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കാം നമുക്ക് മെയ് മാസം 14-ാം തീയതി അതിരടി സിനിമേന്റെ ഗ്രാൻഡ് റിലീസിനായിട്ട് വേൾഡ് വൈഡ്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമേന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും നമ്മുടെ കരിക്ക് സിനിമയിലെ സീരീസ് എടുത്തൊരു ഡയറക്ടറായ ബേസിൽ ജെർഷോം ആയിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നത് നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ കോമഡി ആക്ഷൻ എന്റർടൈനർ സിനിമ. എന്തായാലും ഡൂപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സിനിമയിലെ ജോമോൻ ടി ജോൺ ആയിരിക്കും. എഡിറ്റിംഗ് നമ്മുടെ ചെമ്മൻ ചാക്കോ ആയിരിക്കും. കേരളത്തിലും ബാംഗ്ലൂരൊക്കെ ആയിരിക്കും പടത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് വരാൻ ചാൻസ് കാണുന്നത്. എന്തായാലും നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പഴയ ജേണറിലോട്ട്, കോമഡി ആക്ഷൻ എന്റർടൈനർ ആയിട്ട്. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ദുൽഖർ സൽമാനിന് വരാൻ പോകുന്ന 2 ഗംഭീര സിനിമകളുടെയും OTT അവകാശങ്ങൾ വിറ്റുപോയിരിക്കുകയാണ്. ആദ്യ സിനിമ പരിശോധിക്കുകയാണെങ്കിൽ ആകാശം ലൊക്കാട്ടാര എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമേന്റെ തന്നെയാണ്. പടത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് സിനിമേനേക്കാളും ഡബിൾ ഇരട്ടി പൈസയ്ക്ക് തന്നെയാണ് ഈ ഒരു പടത്തിന്റെ OTT റൈറ്റ്സ് മേടിച്ചത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ്. 34 കോടിക്കാണ് പടത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയത്. പിന്നെ ടൈറ്റിൽ പോലും റിവീൽ ചെയ്യാത്ത ദുൽഖറിന്റെ 41-ാമത്തെ സിനിമേന്റെയും OTT റൈറ്റ്സ് വലിയൊരു തുകയ്ക്കാണ് ആമസോൺ പ്രൈമും സ്വന്തമാക്കിയത്.
എന്തായാലും പൂജ ഹെഡ്ജായിട്ട് വരുന്ന സിനിമയും കൂടിയാണ് ദുൽഖർ സൽമാൻ്റെ 41ാമത്തെ സിനിമ. മറ്റൊരു സിനിമ അപ്ഡേറ്റ് ആണ് നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെയും OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. നമ്മുടെ C5 ആണ് പടത്തിൻ്റെ OTT റൈറ്റ്സ് മേടിച്ചത്. സി നെറ്റ്വർക്കാണ് ഇപ്പോൾ ടെലിവിഷൻ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്, സാറ്റലൈറ്റ് ആണെങ്കിൽ പോലും. എന്തായാലും പടത്തിൻ്റെ റിലീസ് അപ്ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം തന്നെയാണ്. ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കിണ്ണം അപ്ഡേറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് കാത്തിരിക്കാം. നമുക്ക് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സർപ്പട്ട സിനിമേൻ്റെ തന്നെയാണ്. സർപ്പട്ട സിനിമേൻ്റെ 2ാം ഭാഗം വരാൻ പോവുകയാണ്. എന്തായാലും പടത്തിൻ്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ വർഷമേ പുറത്തിറങ്ങിയതാണ് ആര്യൻ്റെ ഈ ഒരു സർപ്പട്ട സിനിമയുടെ 2nd പാർട്ട്. എന്തായാലും സർപ്പട്ട സിനിമയുടെ 2nd പാർട്ടിന്റെ ഷൂട്ടിങ്ങിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പടത്തിന്റെ ഷൂട്ടിംഗ് മാർച്ച് ആദ്യ വാരത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിനുള്ളിൽ. എന്തായാലും പടം ഒരു ഹ്യൂജ് ബഡ്ജറ്റാണ്, വലിയൊരു പൈസയ്ക്കാണ് പടത്തിന്റെ നിർമ്മാണം വരാൻ പോകുന്നത്. എന്തായാലും പാരഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ആര്യ നായകനായിട്ട് വരാൻ പോകുന്നു സർപ്പട്ട സിനിമയിൽ 2nd പാർട്ടിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കും. സിംബു 49ാം സിനിമയായിട്ട് വരാൻ പോകും. നമ്മുടെ പാർക്കിംഗ് സിനിമേന്റെ ഡയറക്ടറായ നമ്മുടെ രാജ്കുമാർ ബാലകൃഷ്ണനായിട്ട് വരുന്ന സിനിമയിൽ നിന്ന് പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും അതിന് പകരമായിട്ട് ശിവകാർത്തികേയൻ അല്ലെങ്കിൽ നമ്മുടെ സൂര്യണ്ണൻ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കും. ഇവരിൽ ഒരാളായിരിക്കും ഈ സിനിമയിൽ നായകനായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും ആര് വരുവാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ എന്തായാലും സ്ക്രിപ്റ്റിൽ വരുന്നതാണ്. കാരണം സൂര്യണ്ണൻ അതുപോലെ തന്നെ ശിവകാർത്തികേയൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ മാറ്റങ്ങൾ എന്തായാലും വരേണ്ടതാണ് സ്ക്രിപ്റ്റിൽ. എന്തായാലും സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കുന്നതൊക്കെയാണ് നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.